ഹലോ ഓൾ. ഇന്ന് വീണ്ടും വന്നേക്കുന്നു അടുത്ത ഒരു മോട്ടിവേഷൻ ക്ലാസ് ആയിട്ട്. ക്ലാസ് ഒന്നും പറയാനില്ല, ഒരു കുഞ്ഞു വാചകം. ഡോണ്ട് ടേക്ക് യുവർ സെൽഫ് വെരി സീരിയസ്ലി. എന്ന് വെച്ചാൽ നാം നമ്മെ സ്വന്തമായിട്ട് ഒരുപാട് സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഒന്ന് ചിന്തിച്ചാൽ ഒരു നിമിഷത്തിന്റെ കാര്യമേ ഉള്ളൂ, എല്ലാം തകിടം മറിയും അല്ലേ? അപ്പോൾ വെറുതെ എന്തിനാ ഈ മസിൽ പിടുത്തം? പണ്ട് കോളേജിൽ പഠിക്കുമ്പോഴായിരുന്നു ഞാനിത് ആദ്യമായിട്ട് കേൾക്കാൻ ഇടയായത്. പക്ഷെ ഞങ്ങൾക്കൊരു സാർ ഉണ്ടായിരുന്നു, നന്നായിട്ട് പഠിപ്പിക്കും, ഹ്യൂമാനിറ്റീസ്. അവിടെ ക്ലാസ്സിൽ ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ ഫ്രണ്ട്ലി ആയിട്ടാണ് പെരുമാറുന്നത്. സാർ അത്രയും ഞങ്ങൾക്ക് സ്പേസ് തരാറുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അവരവരുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ചെന്ന് പറയും. ഹോസ്റ്റലേഴ്സ് ആയതുകൊണ്ട് എല്ലാവർക്കും പറയാൻ ഒരുപാട് കഥകളുണ്ടാവും. സാർ എല്ലാവരെയും ക്ഷമയോടെ കേൾക്കും. കേട്ട് കഴിഞ്ഞിട്ടൊക്കെ അവർക്ക് അതിൻ്റെതായിട്ടുള്ള സൊല്യൂഷൻസ് ഒക്കെ പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കവേ ഞാനും എൻ്റെ 90 എല്ലാ പ്രശ്നങ്ങളും സാറുമായിട്ട് ഷെയർ ചെയ്യും. ഒരിക്കൽ സാറിൻ്റെ അടുത്ത് പറഞ്ഞു തീരുന്നില്ല. അവസാനം ഇടയ്ക്ക് സാർ ഒന്ന് പറഞ്ഞു, ഷബ്നം, ഡോണ്ട് ടേക്ക് യുവർ സെൽഫ് വെരി സീരിയസ്ലി. പെട്ടെന്നൊക്കെ കേട്ടപ്പോൾ എനിക്കൊരു ഇറിറ്റേഷനോ ദേഷ്യമോ അങ്ങനെ എന്തോ ഒരു നെഗറ്റീവ് ഭാവമാണ് തോന്നിയത്. പക്ഷെ ഞാൻ ഇത്ര സീരിയസ് ആയിട്ട് കാര്യം പറയുമ്പോൾ സാർ അത് ലൈറ്റായിട്ട് പറയണത് ഡോണ്ട് ടേക്ക് യുവർ സെൽഫ് വെരി സീരിയസ്ലി. ഞാൻ പറയുന്ന കാര്യം അത്രയ്ക്കും സിമ്പിളായിട്ടാണോ സാറ് കേൾക്കുന്നത്? അപ്പോൾ മാറി നിന്ന് അല്ലെങ്കിൽ കുറച്ച് നാളങ്ങനെയൊക്കെ ചിന്തിച്ച് ഇതിലെന്താണ് ആക്ച്വലി വാട്ട് ഡിഡ് ഹി മീൻ ബൈ സേയിങ് ഡോണ്ട് ടേക്ക് യുവർ സെൽഫ് വെരി സീരിയസ്ലി. അങ്ങനെ ചിന്തിച്ചപ്പോഴും മനസ്സിലാകുന്ന ചെറിയ ചെറിയ കാര്യങ്ങളിലാണ് നാം പതറിപ്പോകുന്നത്. അതിലെല്ലാം ഉള്ള ബേസിക് പ്രശ്നം ഈഗോ ആണ്. കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്കിന് ആ ആൾ എന്നെ കണ്ട് ചിരിച്ചില്ല, എന്നെ സ്വീകരിച്ചില്ല, എന്നോട് മിണ്ടിയില്ല. ഞാൻ വിളിച്ചപ്പോഴത്തേക്കിനും ഫോൺ എടുത്തില്ല. ഞാൻ കൈ കാണിച്ചപ്പോൾ ഇങ്ങോട്ട് തിരിച്ചെനിക്ക് കൈ കാണിച്ചില്ല. അങ്ങനെ എപ്പോഴും നമ്മളെ ഒരുപാട് ഒരു ഹയർ പെഡസ്റ്റലിൽ, ഒരു ഉപരിതലത്തിലാണ് നമ്മൾ കാണുന്നത്. മറ്റാൾക്കാർക്ക് എപ്പോഴും ഫ്രീ ആണ്. അവരെപ്പോഴും നമ്മളെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കണം, നമ്മളവിടെ റിയാക്ട് ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കണം, നമ്മൾ വിളിക്കുമ്പോൾ ഫോൺ എടുക്കണം. അവർക്കൊരു സാഹചര്യമായിരിക്കാം, മേ ബി ദേ ആർ ഡ്രൈവിങ്, മേ ബി ദേ ആർ നോട്ട് ലിസ്ണിംഗ്, ദ ഫോൺ ഈസ് ഇൻ സൈലന്റ് മോഡ്. അങ്ങനെ പല പല കാര്യങ്ങളുണ്ടാവാം. അതൊന്നും നമ്മുടെ മനസ്സിൽ വരത്തില്ല. നമ്മുടെ മനസ്സിൽ വരുന്ന കാര്യം ഒന്ന് തന്നെ, ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല. ഞാൻ പാർട്ടിയിൽ പോയി, ഞാൻ അവരോട് ആവുന്ന അത്രയും മിണ്ടി, പക്ഷെ അവർ തിരിച്ചത്ര റെസ്പോൺസ് തന്നില്ല. മേ ബി അവർക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങളോ എന്തെങ്കിലും ദുഃഖങ്ങളോ എന്തെങ്കിലും കാണും. ഓർ മേ ബി സിംപ്ലി ദേ ഡിഡ്ന്റ് വോണ്ട് ടു ടോക്ക് ടു യു. അതിൽ അത്ര സീരിയസ് ആയിട്ട് എടുക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമില്ല. കാരണം ഇപ്പം നമ്മളോട് മിണ്ടിയിട്ടില്ലെങ്കിൽ അതുകൊണ്ട് തീർന്നു പോകുന്ന ജീവിതമൊന്നും അല്ലല്ലോ നമ്മുടേത്. നമ്മുടെ ലൈഫ് അതിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യമേ അല്ല. അങ്ങനെ എത്രയോ എക്സാമ്പിൾസ് നമുക്ക് എടുക്കാം. വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളിലാണ് നമ്മൾ ഇങ്ങനെയൊക്കെ പറയുമെങ്കിൽ കേൾക്കുന്നതിൽ ഒരു സുഖമുണ്ട്. പക്ഷെ നമ്മുടെയൊക്കെ ചിന്ത പോകുന്നത് വളരെ ചെറിയ സിമ്പിൾ കാര്യങ്ങളിലാണ്. നമ്മളെ വലിയ സീരിയസ് ആയിട്ട് ഗവനിച്ചിട്ട് വലിയ വിഷയമൊക്കെ ഉണ്ടാക്കി, വലിയ വിവാദമൊക്കെ ഉണ്ടാക്കി, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി, റിലേഷൻസിനെയൊക്കെ ഇല്ലാതാക്കുന്നത്. അങ്ങനെ ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ ഡോണ്ട് ടേക്ക് യുവർ സെൽഫ് വെരി സീരിയസ്ലി എന്ന് ഞാൻ എപ്പോഴും എൻ്റെ മക്കളോടെയൊക്കെ ഞാൻ പറയാറുണ്ട്. ഇതൊക്കെ ചെറിയ കാര്യം, സില്ലി കാര്യമാണ്, വിട്ടുകളാ, അത്രേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.